ഒരു കാലത്ത് നിനവേ എന്ന വലിയ പട്ടണമുണ്ടായിരുന്നു. ആ നഗരത്തിലെ ജനങ്ങളുടെ ദുഷ്ടത വളരെ അധികമായി. അപ്പോൾ ദൈവം ജോന പ്രവാചകനെ വിളിച്ചു. ദൈവം പറഞ്ഞു, ജോന, നീ നിനവേ നഗരത്തിലേക്ക് പോകൂ. അവിടെയുള്ള ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകൂ. അവരുടെ ദുഷ്ടത എൻ്റെ മുൻപിലെത്തിയിരിക്കുന്നു. പക്ഷെ ജോന പ്രവാചകൻ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാൻ തയ്യാറായില്ല. കാരണം നിനവേ നഗരത്തിലെ ആളുകൾ വളരെ ക്രൂരന്മാരായിരുന്നു. അവർ ഇസ്രായേൽ ജനങ്ങളുടെ ശത്രുക്കളായിരുന്നു. ജോന പ്രവാചകന് തോന്നി, അവർക്ക് മുന്നറിയിപ്പ് നൽകിയാൽ അവർ പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞേക്കാം. അപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചേക്കാം. അത് ജോനയ്ക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് ജോന പ്രവാചകൻ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാൻ തീരുമാനിച്ചു. അവൻ ജോപ്പ എന്ന തുറമുഖ നഗരത്തിലേക്ക് പോയി. അവിടെ നിന്ന് തർശിഷിലേക്കുള്ള ഒരു കപ്പലിൽ കയറി. പക്ഷെ കടലിൽ പെട്ടെന്ന് ഒരു വലിയ കൊടുങ്കാറ്റ് വീശി. കപ്പൽ തകർന്നു പോകുമോ എന്ന് നാവികർ ഭയപ്പെട്ടു. അവർ ഭയന്ന് ഓരോരുത്തരും തങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഈ ദുരന്തത്തിന്റെ കാരണം ആരാണെന്നറിയാൻ അവർ നറുക്കിട്ടു നോക്കി. ആ നറുക്കു വീണത് ജോന പ്രവാചകന്റെ മേലായിരുന്നു. അപ്പോൾ അവർ ചോദിച്ചു, ഈ ദുരന്തത്തിന്റെ കാരണം നീയാണോ? ജോന പ്രവാചകൻ മറുപടി പറഞ്ഞു, ഞാൻ സ്വർഗവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തെ ആരാധിക്കുന്നവനാണ്. ഞാൻ എൻ്റെ ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുകയാണ്. എന്നെ നിങ്ങൾ കടലിലേക്ക് എറിയൂ, അപ്പോൾ കടൽ ശാന്തമാകും. ഇത് കേട്ടപ്പോൾ നാവികർ ആദ്യം അത് ചെയ്യാൻ മടിച്ചു. പക്ഷേ കൊടുങ്കാറ്റ് കൂടുതൽ ശക്തമായി. അവസാനം അവർ ജോനയെ കടലിലേക്ക് എറിഞ്ഞു. അപ്പോൾ തന്നെ കടൽ ശാന്തമായി. പക്ഷെ ജോന മുങ്ങിപ്പോയില്ല. ദൈവം ഒരുക്കിയ ഒരു വലിയ മത്സ്യം അവനെ വിഴുങ്ങിക്കളഞ്ഞു. 3 ദിവസവും 3 രാത്രിയും ജോന ആ മത്സ്യത്തിന്റെ വയറ്റിലായിരുന്നു. അവിടെ നിന്ന് അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ തെറ്റ് സമ്മതിച്ചു. ദൈവം അവന്റെ പ്രാർത്ഥന കേട്ടു. അപ്പോൾ ദൈവം കൽപ്പിച്ച പ്രകാരം ആ മത്സ്യം ജോനയെ കരയിൽ ഛർദ്ദിച്ചു. അങ്ങനെ ജോന ദൈവത്തിന്റെ കൽപ്പന അനുസരിച്ചു. അവൻ നിനവേ നഗരത്തിലേക്ക് പോയി ജനങ്ങൾക്ക് ദൈവത്തിന്റെ മുന്നറിയിപ്പ് അറിയിച്ചു. അപ്പോൾ ആ നഗരത്തിലെ ആളുകൾ തങ്ങളുടെ തെറ്റ് തിരിച്ചറിഞ്ഞു, പശ്ചാത്തപിച്ചു, ദൈവത്തിലേക്ക് തിരിഞ്ഞു. അവരുടെ മാറ്റം കണ്ടപ്പോൾ ദൈവം അവരോട് ക്ഷമിച്ചു. ദൈവത്തിൽ നിന്ന് മനുഷ്യന് ഓടിപ്പോകാൻ സാധിക്കും. പക്ഷേ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. നന്ദി.